ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പട്ടാമ്പി കോൺഗ്രസിൽ പൊട്ടിത്തെറി. UDF സ്ഥാനാർത്ഥിയായി TP ഷാജിയെ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി. തീരുമാനത്തിനൊപ്പം പ്രചരണത്തിനും തുടക്കമായി. ആദ്യം തന്നെ പട്ടാമ്പിയിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പട്ടാമ്പിയിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പൊതുസമൂഹത്തിനും പട്ടാമ്പിയിലെ ജനങ്ങൾക്കും വളരെ വ്യക്തമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടാമ്പിയിലെ പൊതുസമൂഹത്തിനെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ആദ്യമായി ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും മുന്നോട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് മാത്രം അറിയിച്ചു കൊള്ളുകയാണ്. തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി വളരെ വ്യക്തമായ കൃത്യതയുള്ള ഒരു ഉത്തരവുമായിട്ട് ഞങ്ങൾ പട്ടാമ്പിയുടെ ജനമനസ്സുകളുടെ മുന്നിലേക്ക് വരും. തീർച്ചയായിട്ടും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. 5 കൊല്ലം മുൻപ് കോൺഗ്രസിൽ നിന്നും പുറത്തു പോവുകയും V4 മുന്നണി രൂപീകരിച്ച് CPM-മായി ചേർന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം പിടിച്ചെടുത്ത് 5 കൊല്ലം TP ഷാജി വൈസ് ചെയർമാനായി. 5 കൊല്ലത്തിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് TP ഷാജി തിരിച്ച് കോൺഗ്രസിലെത്തി. മത്സരിച്ച പട്ടാമ്പിയിൽ UDF-ന് വൻ വിജയമുണ്ടാക്കുകയും നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. നിയമസഭാ സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ധാരണയുണ്ടാക്കിയാണ് TP ഷാജി കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയെന്നുള്ള സൂചനയും പ്രചരിച്ചിരുന്നു. പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിയും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് റിയാസ് മുക്കോളിയോടാണ് താൽപര്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.